ഓരോ കക്ഷികളുടെയും പങ്കാളിത്തവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലാണ് സേവനമൊന്നും വാങ്ങാതെയാണ് 2.78 കോടി രൂപ എക്സാലോജിക്കും വീണ വിജയനും ചേർന്ന് കൈപ്പറ്റിയത് എന്ന കാര്യം ആണ്. ഇത് തന്നെ വളരെ പ്രധാനമാണല്ലോ. വേണ്ടത്ര തെളിവുകളാണ് ഇതെല്ലാം. ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല. അതല്ലേടോ നമ്മുടെ അടവ് നയം. അല്ല, ഈ SFIOയ്ക്ക് പരിധിയുണ്ട്. SFIOയ്ക്ക് അങ്ങനെ എല്ലാ കേസിലും കയറി കൈയിടാനും അതിൽ നടപടി സ്വീകരിക്കാനൊന്നും കഴിയില്ല. EDയുടെ അത്ര അധികാരമൊന്നും SFIOയ്ക്ക്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പോയിന്റിലോട്ട് വരാം. പക്ഷേ SFIക്ക് എന്തോ ചില കിട്ടിയ തെളിവുകൾ വെച്ച് അത് ED കൂടെ വെച്ച് അത് ലിങ്ക് ചെയ്തുകൊണ്ട് അത് തെളിവുകൾ ഉണ്ടാക്കി, വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഒരു കുരുക്കാനാണ് ശ്രമിച്ചത്. വെരി ഫണ്ണി. സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ ഇന്ന് വന്ന വാർത്ത സത്യത്തിൽ EDക്ക് മുഖമടച്ചാണ് അടി കിട്ടിയത്. ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും മുഖമടച്ചാണ് അടി കിട്ടിയത് EDക്ക്. ED പ്രതീക്ഷിച്ചില്ല. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ആർക്ക് എന്ത് മുഖമടച്ചിട്ടുള്ള അടി കിട്ടിയെന്നാണ് താങ്കൾ പറയുന്നത്? ജനസംസാരം അങ്ങനെ. EDക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ നമുക്കറിയാം, പേരുകേട്ട വക്കീലാണ്. ആ വക്കീൽ പറഞ്ഞെന്താണ്? ഒരു സെക്കൻഡ് പോലും സ്റ്റേ കൊടുക്കരുത് എന്നാണ് വാദിച്ചത്. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ? വെള്ളിയാഴ്ച നമ്മൾ ഇതാ നോക്കണം, വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ തെളിവില്ല, ഇത് ഈ കേസ് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എന്നാൽ അന്വേഷണം തുടരാം, അന്വേഷിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും പറയുന്നത് എന്താണ്? അന്വേഷിക്കണം. ഇത് അന്വേഷിച്ച് ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തണം. അതൊന്നും വേണ്ട. അല്ല, വേണ്ടിയിട്ടല്ല. എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടില് ഇങ്ങനെ വല്ലതും ചിന്തിക്കല്ലേ വഴിയുള്ളൂ. ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. ഇത് എന്തായാലും ശരി, EDക്ക് കിട്ടിയ മുഖമടച്ചുള്ള അടിയാണ്. ഇത് എന്തായാലും വീണ വിജയനെ ആശ്വസിക്കാം. ഒരു സെക്കൻഡ് പോലും നീട്ടി വെക്കരുത് എന്നാണ് EDയുടെ വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. അത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഒരാളിനെ അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തണം, അതിൽ FIR ഇടണം, കുറ്റപത്രം തയ്യാറാക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. തീരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കണോ തങ്കത്തിന്? എന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇതിൽ FIR ഇട്ടിട്ടുണ്ടോ? ED ഈ വീണ വിജയന്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ടോ? ഒരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ടോ? അല്ല, അത് അന്വേഷണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. SFIയുടെ റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ വീണ വിജയന്റെ മൊഴിയുമുണ്ട്. അങ്ങനെ സംഭവിക്കും. അതിൽ സേവനത്തിന്റെ കാര്യം വീണ വിജയൻ പറഞ്ഞിട്ടേ ഇല്ല. അത് മാത്രമല്ല, ഈ പറയുന്ന കരാറുകളെ കുറിച്ചുള്ള കാര്യം അവർ സമ്മതിച്ചിരിക്കുന്നു. 2.78 കോടി രൂപയുടെ കാര്യം സമ്മതിച്ചിരിക്കുന്നു. അതാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമുള്ള സോഫ്റ്റ്വെയറുകളാണ് എക്സാലോജി കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ വീണ വിജയന്റെ മൊഴിയിൽ തന്നെ ഇതെല്ലാം സമ്മതിക്കുകയാണല്ലോ. ഈ സേവനത്തിന്റെ കാര്യത്തിൽ SFIO പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? ഏതൊരു കോടതിയും ഇന്ന് വാദം കേൾക്കാൻ തയ്യാറാവുകയാണ് കോടതി. അത് തന്നെ വളരെ അപൂർവം സംഭവമാണ്. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? ഇത് അങ്ങേയറ്റം ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് കേസുകൾ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ആ കേസ് കേൾക്കാൻ തയ്യാറായിട്ടുള്ളത്. ആ കേസിന്റെ ഗൗരവമാണ്. എല്ലാരും വിളിച്ചു. ഇവിടെ മുഖമടച്ചിട്ട് എന്താണ്? ഒരു ജഡ്ജി ഒരു കേസ് കേൾക്കുന്നു, അതിനെ ഇന്ന് തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസത്തേക്ക് മാറ്റിയിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് പറയാമെന്ന് പറഞ്ഞതാണോ മുഖമടച്ചിട്ടുള്ള അടി? ആർക്ക് മുഖമടച്ചിട്ടുള്ള അടി? സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെ സാർ പറഞ്ഞു ഗൗരവമുള്ള കേസാണ്, സമ്മതിച്ചു. സാർ, അത്രത്തോളം ഗൗരവമുള്ള കേസ് എന്തുകൊണ്ടാണ് ഇത് തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞ എന്താണ് സാർ? നിനക്കിത് മതിയായില്ലേ?
ഇപ്പൊ കിട്ടൂടാ ഇപ്പൊ കിട്ടും. വിധി വരുന്നത് വരെയാണ്. എന്നാൽ അന്വേഷണം തുടരാം. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. CMRL-നെ അല്ലാണ്ട് ഇവിടെ വീണ വിജയന്റെ നമ്മളിവിടെ ഈ ചർച്ച ചെയ്യുന്ന വിഷയം വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് ഇത് പ്രശ്നമാവും. ഒരു സേവനവും ഒരു കമ്പനിക്ക് നൽകാതെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ വാങ്ങിയതിന്റെ ഒരു സാങ്കത്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നീ പറയുന്ന ഇടയ്ക്ക് പറയണ്ട, ആവശ്യമില്ലാതെ ഷൈൻ ചെയ്യരുത് കേട്ടോ. വ്യക്തമായ തെളിവ് കോടതി തെളിവാണ് ആവശ്യം. സാർ, കോടതി തെളിവാണ് ആവശ്യം. താങ്കളുടെ കയ്യിൽ സാക്ഷികളാണ് ആവശ്യം. താങ്കളുടെ കയ്യിൽ വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് കാണിക്കൂ. വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. നീ അറിഞ്ഞ ഞാൻ പെട്ടു. സാർ, കോടതിക്ക് ആവശ്യം തെളിവുകളാണ്, സാക്ഷികളാണ്. കോടതി ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് കരുതുകൊണ്ടാണ് ഈ കേസ് എന്താണ് നീട്ടിവെപ്പിച്ചത്. ഈ മുട്ടങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ. നമുക്ക് ആദ്യം എന്റെ കൈയും കാലം കെട്ടിടാം, എന്നിട്ട് വായിൽ പഞ്ഞിരിക്കും. മനസ്സിലായ സുഹൃത്തെ, നമ്മൾ രണ്ടുപേരും മുഖാമുഖം. താങ്കൾ പറയൂ, വീണ വിജയൻ ഇത് വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് താങ്കൾ കൊണ്ടുവരൂ. വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കൊണ്ടുവരാം. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. താങ്കളും ഡിക്റ്റേറ്റീവ് അല്ല, ഞാനും ഡിക്റ്റേറ്റീവ് അല്ല. വീണ വിജയൻ ഈ പൈസ വാങ്ങി എന്ന് SFIയോട് സമ്മതിച്ചതായിട്ട് നമുക്ക് ആ റിപ്പോർട്ട് വായിച്ചാൽ അറിയാം. അതെങ്ങനെ? പുള്ളിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. പൊട്ടനായിരുന്നു ഞാൻ. ആരോ കേന്ദ്രത്തിലും വീണ വിജയൻ സമ്മതിച്ചു. വീണ വിജയനോട് 14 ചോദ്യങ്ങളാണ്. വെമ്പാ നസീർ, താങ്കൾ അല്ലല്ല, തെറ്റ് പറയരുത്. വീണ വിജയൻ കൃത്യമായിട്ട് ആ 14 ചോദ്യങ്ങളുടെ ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൽ 2.78 കോടി രൂപ CMRL നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുമുണ്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അത് സമ്മതിച്ച കാര്യമാണ്. സമ്മതിക്കാൻ രക്ഷയില്ല, കാരണം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എക്സാലോജിക്കും CMRL-ഉം കമ്പനിയും സുതാര്യമായ രീതിയിലാണ് പണമിടപാടുകൾ നടത്തിയിട്ടുള്ളത്. എടാ നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. സുതാര്യമായ രീതിയിൽ ഒന്നും ഒളിച്ചു വെക്കാനൊന്നുമില്ല. എന്ത് സുതാര്യം? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.